എന്താ ഇങ്ങനെ നോക്കുന്നത് ഗീതേ? ആഹാരം വിളമ്പ്. ഇനി പറ, എന്താ കാര്യം? ഒന്നുമില്ല, ഒന്നുമില്ലെന്നേ. എന്നെ കാണുന്നത് നിനക്ക് പേടിയാണെന്നറിയാം. പക്ഷേ സത്യം മറച്ചു വെക്കാനുള്ള ധൈര്യം നിനക്കില്ല ഗീതേ. നീ പറയുന്നോ അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? സാരല്ല, പറഞ്ഞോളൂ അമ്മേ, ഞാനിവിടെ ഉണ്ടല്ലോ. ശിവാനി, ശിവാനി വീട്ടിലില്ല. പേടിക്കണ്ട ഗീതേ, വാ ഇരിക്കേ. എന്റെ അടുത്തിരുന്ന് നീ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല, ഇന്ന് കഴിക്കേ. ആഹാരം കഴിക്കാൻ നിന്റെ അമ്മയോട് പറയദേവാ. അമ്മേ, ശിവാനി വന്നതിന് ശേഷം കഴിക്കാന്ന് പറയണ്ട, ഇനി അവളെ താമസിച്ചാലോ. എനിക്കിപ്പോ വിശപ്പില്ല. വിശപ്പില്ലാത്തവരാണല്ലോ എപ്പോഴും ഇങ്ങനെ ശാന്തമായി ഇരിക്കുന്നത്. നീ ഉണ്ടാക്കിയ കൂട്ടാൻ നല്ല രുചിയുണ്ട്. അപ്പോ ശിവാനി എവിടെ പോയെന്നും ചോദിക്കുന്നില്ല അച്ഛാ? അവളെ എവിടെ പോകാനാടാ? തുള്ളിച്ചാടിപ്പോകുന്ന മാനിനെ കണ്ട് പെട്ടെന്ന് വേട്ടയാടാൻ തീരുമാനിക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കണം, വല വിരിച്ച് കാത്തിരിക്കണം. ഗൗതം പോയി അവളെ കൂട്ടിക്കൊണ്ടുവരും. നാട് വിട്ട് പോകണമെന്ന് വിചാരിച്ചാലും അതിർത്തിയിൽ കാവൽ നിന്ന് പിടിച്ചുകൊണ്ടുവരും. എന്തുകൊണ്ട് പറയുന്നെന്ന് വെച്ചാൽ, ശിവാനിയെ കിട്ടിയില്ലെങ്കിൽ ആദ്യം നടക്കാതിരിക്കുന്നത് അവളുടെ കല്യാണമല്ല, ലക്ഷ്മിയുടെ കല്യാണം. അവന്റെ അനിയത്തിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ അവന്റെ അഭിമാനം നഷ്ടപ്പെടും. ഇത് ഞാൻ നിന്നോട് പറഞ്ഞതല്ല ഗീതേ. ശിവാനി ചത്തുപോയാലും അവളുടെ കല്യാണം നടക്കണം. അത് ഞാൻ ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവൻ എന്നെയല്ലേ വെല്ലുവിളിച്ചത് ഗീതേ? കേട്ടില്ല അമ്മേ, അമ്മയ്ക്കില്ലാത്ത വിശ്വാസം അച്ഛനുണ്ട്. ശിവാനി എത്തിക്കോളും. അത് ഗൗതമിന്റെ വണ്ടിയാ, ശബ്ദം കേട്ടാൽ മനസ്സിലാവും. ഞാൻ പോവാണ്. ചേട്ടാ, ഒരു മിനിറ്റ്. നീ എന്തായി കാണിക്കുന്നേ? ഞാൻ മുഴുവൻ നനഞ്ഞു. ഞാൻ കാരണം ചേട്ടനും നനഞ്ഞില്ലേ? എനിക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചേട്ടന്റെ ഷർട്ടും തന്നു. ചേട്ടൻ ഈ നനവോടെ വീട്ടിലേക്ക് പോയാ പനി വരത്തില്ലേ ഉള്ളൂ. എനിക്കൊന്നും വരൂല, നീ കയറി പോകാൻ നോക്ക്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചേട്ടന് പനി വന്നാ പിന്നെ ആ 4 അനിയത്തിമാര് എന്നോട് വഴക്കിന് വരാനാണോ? എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? ചേട്ടാ, ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയാ. അതേ പെണ്ണ് തൊണ്ട വരണ്ടിട്ടും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നർത്ഥം. ഒന്ന് മനസ്സിലാക്ക്. എന്റെ ജീവിതമോ ഇങ്ങനെയായിപ്പോയി. അറ്റ്ലീസ്റ്റ് ലക്ഷ്മിയുടെ ജീവിതമെങ്കിലും നന്നായിരിക്കണം. അവക്ക് എന്താ പറ്റിയത്? ഒരു നല്ല ബന്ധമല്ലേ അവക്ക് കിട്ടിയത്? ദേവനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ചേട്ടാ, ദേവേട്ടന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റൊരു സ്വഭാവം കൂടി കാണണം. എനിക്ക് മനസ്സിലായി. ദേവനെ മാത്രമല്ല, അവന് ജന്മം നൽകിയ അവന്റെ അച്ഛനെയും കൂടെ മനസ്സിലാക്കണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? നിന്റെ വല്യച്ഛൻ ഒരു വൃത്തികെട്ടവനും രാക്ഷസനുമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളുടെ കൂടെ എൻ്റെ അമ്മായി ഇത്രയും നാൾ ജീവിച്ചില്ലേ? അതുകൊണ്ട് മരുമകളായിട്ട് എൻ്റെ അനിയത്തിയും ജീവിച്ചോളും.
എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ ചേട്ടൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം. ഇഷ്ടമല്ലാത്തൊരു സ്ഥലം പെൺകുട്ടികൾക്ക് ഒരു നരകമാണ്. ചേട്ടന്റെ അനിയത്തിമാരെ പൂവ് പോലെയാ വളർത്തിയിരിക്കുന്നത്. ഇവിടെയോ ദൈവങ്ങൾക്ക് പോലും പൂ വെക്കാൻ സമ്മതിക്കില്ല ചേട്ടാ. നോക്ക് ശിവാനി, സത്യം പറഞ്ഞാൽ ഞാൻ ദേവനെ അല്ലാതെ ഈ വീട്ടിലുള്ള വേറെ ആരെ പറ്റിയും ചിന്തിക്കുന്നില്ല. ദേവനൊരു ഗവൺമെന്റ് ജോലിയിലല്ലേ ഇരിക്കുന്നത്. 6 മാസം കഴിയുമ്പോൾ ദേവൻ എവിടെയെങ്കിലും ട്രാൻസ്ഫർ കിട്ടി ലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുമല്ലോ. അതിനുശേഷം അവൾ ഈ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കേണ്ട കാര്യം പോലുമില്ല. എൻ്റെ ലക്ഷ്മി എവിടെ വേണമെങ്കിലും ജീവിച്ചോളും. അങ്ങനെയുള്ള കഴിവ് തന്നെ അവളുടെ ഏറ്റവും വലിയ അനുഗ്രഹവും. നീ ചെല്ല്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനത് നിസ്സാരമായ കാണുന്നത്. അതുകൊണ്ട് ഞാനൊന്നും പറയാത്തെ. ശിവാനി, എന്തു പറ്റി? എന്താ ഇങ്ങനെ ഷർട്ടിട്ടിരിക്കുന്നേ? നനഞ്ഞുപോയി വല്യമ്മേ. അതിന് മഴ പെയ്തില്ലല്ലോ. കുളത്തിലോ കിണറ്റിലോ വല്ലതും ചാടിയോ നീ? ഈ സമയത്ത് എന്താ നീ ഇങ്ങനെ? നീന്താനായി കുളത്തിൽ ചാടിയതാണോ അതോ കല്യാണത്തിന് താല്പര്യമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതോ? എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. ശവത്തിൽ പോലും താലി കെട്ടിക്കുന്നൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചത്തുപോയിട്ടും കാര്യമൊന്നുമില്ല. വായടച്ചകത്തേക്ക് വാ. നനഞ്ഞിരിക്കുക, പനി വന്നാലോ? വാ. നിൽക്ക്. ആ ഗൗതമിന്റെ ഷർട്ട് നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് അഴിച്ചു മാറ്റുക. ഇതേ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അഴിച്ചു മാറ്റാൻ. വീടിനകത്ത് പോയി വസ്ത്രം മാറ്റുന്നതിന് മുൻപ് ഈ നനഞ്ഞ തുണിയോടെ തന്നെ അവന്റെ പിന്നിലിരുന്ന് വന്നതുകൊണ്ട് കുളി കഴിഞ്ഞിട്ട് ഇവളകത്ത് കയറിയാ മതി. പക്ഷെ ഈ സമയത്ത് കുളിച്ചാൽ ഇതേ അതിനൊരു കഷായം കുടിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ നനഞ്ഞല്ലേ വന്നത്. ഒന്നും പറ്റില്ല. പറഞ്ഞതനുസരിക്കേ. അച്ഛന്റെ പിടിവാശി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഈ ഷർട്ട് ഉപയോഗിച്ച് എനിക്ക് മെരുങ്ങാത്ത ലക്ഷ്മിയെ വീണ്ടും കാണാൻ പോവാം. ചേച്ചി കഴിക്ക്. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീ അകത്ത് കൊണ്ടുവയ്ക്ക. ചേച്ചി ഇവിടെയല്ലേ ഇരിക്കുന്നേ? വാശി പിടിക്കാതെ അകത്ത് കൊണ്ടുവയ്ക്ക. ഭക്ഷണം തണുത്തു പോകും ചേച്ചി. എനിക്ക് വിശക്കുന്നില്ല ദുർഗ. ചേച്ചി കാര്യം ഏട്ടനോട് പോയി പറ. എന്നെ മാത്രമല്ല ഏട്ടനെ കൂടെ ബുദ്ധിമുട്ടിക്കാനാ നീ ഇങ്ങോട്ട് വന്നത്. എന്തു പറ്റി മോളെ? നോക്കേട്ടാ, ചേച്ചി ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. ചോറും സാമ്പാറും തോരനും ഒക്കെ എടുത്തിട്ട് വന്നിട്ടും ചേച്ചി ആണെങ്കിൽ എനിക്ക് വിശപ്പില്ലാന്ന് പറഞ്ഞ് വാശി കാണിക്കുക.
ശരി, ഇങ്ങ് തന്നേക്കേ. എൻ്റെ ലക്ഷ്മി ഒരിക്കലും കള്ളം പറയില്ല. ദേവേട്ടന്റെ കാര്യത്തില് ഞാൻ ഏട്ടനോട് കള്ളവാ പറയുന്നത്. ഇത്ര രാത്രിയായിട്ടും ഞാൻ എന്താ തിരിച്ചു വരാത്തേന്ന് ഓർത്ത് നിന്റെ വിശപ്പും മറന്ന് നീ എന്നെ കാത്തിരിക്കുമായിരുന്നു അല്ലേ? അതല്ലേ സത്യം? ഇല്ല ഏട്ടാ, ഞാൻ റെസ്റ്റോറന്റിൽ വെച്ച് ഒരുപാട് കഴിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അവിടെ നിന്ന് ഒരു പാഴ്സലും കൂടി മേടിച്ചുകൂടായിരുന്നോ? ഇങ്ങനെ സംസാരിക്കുന്നുള്ളത് കൊണ്ടാ ലക്ഷ്മി ആദ്യമേ നിന്നോട് അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞത്. ഞാൻ പൊക്കോളാം ഏട്ടാ, പക്ഷെ അതിനു മുന്നേ ഏട്ടൻ ചേച്ചിക്ക് ഒരു 3 വാ എക്സ്ട്രാ വെച്ചു കൊടുക്ക്. ഞാൻ സ്നേഹത്തോടെ ഭക്ഷണം എടുത്തോണ്ട് വന്നിട്ടും എന്നോട് വഴക്കുണ്ടാക്കുക. ശരി, വിട്ടുകള മോളെ, നീ അകത്തേക്ക് പൊയ്ക്കോ. കഴിക്കുമോളെ. ഇത്രയും സ്നേഹത്തോടെ ദേവേട്ടൻ എന്നെ നോക്കുക ഏട്ടാ. കല്യാണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. മോളെ ലക്ഷ്മി, നിനക്ക് ദേവനെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ലല്ലോ അല്ലേ? മോളെ ലക്ഷ്മി, ഞാൻ ചോദിച്ചതിന് മറുപടി താ. എന്താ ഏട്ടാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ഒരു തവണ നിന്നോടങ്ങനെ ചോദിക്കാൻ എനിക്ക് തോന്നി. ഞാനങ്ങനെ ചോദിച്ചു എന്ന് വെച്ച് നീ വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല ഏട്ടാ. കുഞ്ഞിലെ മുതലേ ദേവേട്ടനാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എല്ലാരും പറയാറുണ്ടായിരുന്നില്ലേ? അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇനി അത് യാഥാർത്ഥ്യമാവാനും പോവാ. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് ഏട്ടാ. ഏട്ടൻ വാരിത്താ ഏട്ടാ. ഏട്ടൻ എനിക്ക് വാരിത്തരുമ്പോ അമൃത കഴിക്കും പോലെയാ. കഴിക്കേ. എനിക്ക് വിശക്കുന്നില്ലെന്ന് പറയണ്ട. നീ കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുക. എന്തിനാ വല്യമ്മേ കഴിക്കാതെ ഇങ്ങനെ ആരോഗ്യം കേടാക്കുന്നേ? കഴിക്കാത്തത് കൊണ്ട് മാത്രം ആരോഗ്യം ഇല്ലാതാവില്ല. നീ തരുന്ന ടെൻഷൻ കൊണ്ടും എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ എന്ത് ചെയ്തു? ഒന്നും പറയാതെ വീട് വിട്ട് പുറത്തു പോകുന്നു. എന്തു പറ്റിയെന്നറിയാതെ ഞാൻ വിഷമിക്കുന്നു. തിരിച്ചു വന്നതും നിന്നെ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണം. ഇതല്ലേ ശിവ എന്റെ ജീവിതം? ശരി, കഴിക്ക. നീ നോക്ക് ശിവാനി, നിനക്ക് വിജയെ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മോളെ. പക്ഷേ നിന്റെ വിവാഹം മുടങ്ങിയാലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, ലക്ഷ്മിയുടെ വിവാഹവും മുടങ്ങുമെന്ന് നിന്റെ മുത്തശ്ശി ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കല്യാണവും ലക്ഷ്മിയുടെ കല്യാണവും എന്തിനാ ഇങ്ങനെ കൂട്ടിക്കൊഴിക്കുന്നത്? അതെന്താന്ന് വെച്ചാ, നീ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും നിന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഗൗതമായതുകൊണ്ട് മാത്രം.
അതുകൊണ്ടാ നിന്റെ വല്യച്ഛൻ ഇങ്ങനൊരു നിബന്ധന വച്ചിരിക്കുന്നെ. നിന്റെ സഹോദരിയുടെ കല്യാണം നടക്കണമെങ്കിൽ എന്റെ പേരക്കുട്ടി ശിവാനിയുടെ കല്യാണത്തിന് ഒരു തടസ്സവും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഗൗതമിന് വേണ്ടിയെങ്കിലും നീ സമാധാനമായിട്ടിരുന്ന് ഈ വിവാഹം നടക്കാൻ അനുവദിക്കണം. മനസ്സിലായോ? എനിക്ക് വേണ്ടിയല്ല വല്യമ്മേ, ലക്ഷ്മിക്ക് വേണ്ടിയെങ്കിലും ഈ കല്യാണം മുടങ്ങിയേ തീരൂ. അതെങ്ങനെ ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആഹാ, നല്ല ഭംഗിയായിട്ടുണ്ട്. ചേച്ചിക്ക് ഇത്രയും ഭംഗി എപ്പോഴും ഉള്ളതല്ലേ? അതിന് ഞാൻ ചേച്ചിയെ കാണാൻ ഭംഗിയുണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. ചേച്ചി വരച്ചിരിക്കുന്ന കോലം എത്ര വലുതാണെന്നും എത്ര ഭംഗിയുണ്ടെന്നുള്ള കാര്യവാ ഞാൻ പറഞ്ഞത്. ആഹാ, തേരുകോലമാണല്ലോ. ആ, ചേച്ചി ഈ കോലം എന്തിനാ ഇടുന്നേന്നറിയോ? എന്തിനാ? കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഇതുപോലൊരു രഥത്തിൽ വരാനായിരിക്കും ഇത് തയ്യാറാക്കുന്നത്. നന്ദു, നന്ദു, ആ നന്ദു, എന്താ ഏട്ടാ? കണക്കെഴുതിയ ബുക്ക് എവിടെയാ വെച്ചത്? ചേട്ടനല്ലേ രാത്രി കണക്കെഴുതിട്ട് എവിടെയാ വെച്ചത്? ശരിയാ, ഇവിടെ എവിടെയാണല്ലോ വെച്ചത്. ശരി, നീ ഒന്ന് നോക്കിയേ. ശരി ഏട്ടാ. ഇത് ഗൗതമിന്റെ ഷർട്ടായതുകൊണ്ട് ഞാൻ ഇസ്ത്രിയിട്ടാ കൊണ്ടുവരുന്നേ. ഇതെങ്ങാനും ലക്ഷ്മിയുടെ ജാക്കറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ അതെടുത്തിന്റെ മാറോട് ചേർത്ത് താലോലിച്ചേനെ. ചേച്ചി രഥം വരച്ചല്ലോ, പക്ഷെ അത് വലിച്ചിട്ട് പോകാനുള്ള ആളെ വരച്ചില്ല. ശരിയാണല്ലോ, ആളുകളൊക്കെ എവിടെ? ഏയ്, ഞാനിവിടെ വീടിന്റെ മുൻവശം ഭംഗിയാവാൻ വേണ്ടി കോലം ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനാ എന്നെ കളിയാക്കുന്നേ? കളിയാക്കിയതല്ല ചേച്ചി, കളിക്ക് പറഞ്ഞതാന്ന് കരുതിക്കോ. ആ, നമ്മള് മൂന്നുപേരെ രഥം ഏൽപ്പിച്ചിട്ട് അതിൽ ഏട്ടനും ചേച്ചിയും കയറി ഇരുന്നിട്ട് നമ്മളോട് വലിച്ചോണ്ട് പോവാൻ പറയോ എന്തോ. ഓ ഇല്ല, നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിക്കോ? കണ്ടില്ലേ കണ്ടില്ലേ, ഇത്രയും നേരം ഞാൻ വെറുതെ കോല ഇടുകയായിരുന്നു, അതിനെന്തിനാ വെറുതെ കളിയാക്കുന്നതെന്ന് ചോദിച്ച ചേച്ചി, നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്യിക്കുമെന്ന് ചോദിച്ചെങ്കിൽ ചേട്ടന് വേണ്ടിയാണ് ഇത് വരച്ചതെന്നല്ലേ അതിന്റെ അർത്ഥം. എന്നാൽ രഥത്തിന്റെ അടുത്ത് രാജകുമാരിയുണ്ട്,
പക്ഷെ രാജകുമാരൻ എന്തിയേ? ചേട്ടാ ദേ ഇവിടെ ഇരിപ്പുണ്ട് കണക്ക് പുസ്തകം. ഇവിടെയാ വെച്ചിരുന്നേ. ദേ രാജകുമാരൻ വന്നല്ലോ. ഓ ഓഹോ. രാവിലെ തന്നെ ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കത് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പോലും അറിയില്ല. ചേട്ടാ ഇത് ചേട്ടൻ എഴുതിയ പേപ്പറൊന്നും അല്ല, വേറെ ആരോ എഴുതിയ പേപ്പർ പോലെ ഉണ്ട്. നീ ആദ്യം അതൊന്നും എടുക്ക്. ആ